നമ്മളങ്ങനെ കൽപ്പീട്ടി ഐലൻഡിലെത്തി. ഒരു ബോട്ട് റൈഡിലാണല്ലോ നമ്മൾ ഇവിടേക്ക് വന്ന് ലാസ്റ്റ് വീഡിയോ കണ്ടത്. ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഊടുവഴികളിലൊക്കെ കൂടി പോയാൽ മാത്രമേ ഇതുപോലെയുള്ള ഈ ഒരു കടലിൻ്റെ അടുത്തേക്ക് എത്തുള്ളൂ. അവിടെ പിന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കുട്ടി കുട്ടി കാഴ്ചകളൊക്കെ കണ്ട്, പിന്നെ അവിടെ ഒരു ഇന്ത്യൻ എംബ്ലമൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ ദൂരെ നിന്ന് കണ്ട ഇത് ഇന്ത്യൻ ടെറിട്ടറിയുടെ ഭാഗമാണെന്നൊക്കെ തെളിയിക്കാനുള്ളൊരു എംബ്ലം. പിന്നെ ഇവിടുന്ന് കുറച്ച് ഷെൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ പോകുമ്പോൾ പെട്ടിയിലിട്ട് എടുത്ത് വെക്കാന്ന് വെച്ചാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലെന്നാണ് അവിടെ സെക്യൂരിറ്റിക്കാർ എയർപോർട്ടിൽ ചെക്ക് ചെയ്യുന്ന പറഞ്ഞത്. എന്നാലും റിക്വസ്റ്റ് ചെയ്യാന്ന് വെച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അവിടെയും അമ്മ നല്ല ധൈര്യത്തോടെ ഇതിനൊക്കെ എടുത്ത് കയ്യിൽ വെക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും എനിക്ക് ഒന്നുമല്ല എന്നുള്ള രീതിയിൽ. പക്ഷേ എനിക്കിതിനെ കണ്ടിട്ടാണെങ്കിൽ അറപ്പ് വന്നിട്ട് പാടില്ലായിരുന്നു. അപ്പോഴേക്കും ഇരുട്ടാവാറായിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ അഗാട്ടി ഐലൻഡിലേക്ക് തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ടായി. ബോട്ട് കയറി തിരിച്ച് നമ്മുടെ ഐലൻഡിലെത്തി. പിന്നെ രാത്രി പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. നമ്മൾക്ക് രാത്രി അന്നത്തെ അവിടുത്തെ ഫേമസ് ആയിട്ടൊരു സാധനം കിട്ടി. ഇതിനെയാണ് കിലാഞ്ചി എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇതും കൂടെ കഴിക്കാൻ കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് വേണമെങ്കിൽ പറയാം. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്ന് കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതാണ്.